നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈസ്റ്റ് ബംഗാൾ FC വേഴ്സസ് FC ഗോവ മത്സരമായിരുന്നു നടന്നത്. ആ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് FC ഗോവ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആദ്യ പകുതിയിൽ നോവ സദോയ് എന്ന് പറയുന്ന താരമാണ് FC ഗോവയ്ക്ക് വേണ്ടി വിജയ ഗോൾ നേടി മത്സരം വിജയിപ്പിച്ചു കൊടുത്തത്. എന്തായാലും മികച്ച പ്രകടനം FC ഗോവ ഇന്നലത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തായാലും FC ഗോവ 17 മത്സരങ്ങൾ കളിച്ച് പോയിൻ്റ് ടേബിളിൽ 32 പോയിൻറ്റുമായിട്ട് 4ാം സ്ഥാനത്ത് നിലനിൽക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനി ഒരു വമ്പൻ കടമ്പ കടക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ഒഡീഷ FCയും മുംബൈ സിറ്റിയും FC നിലവിൽ ഇപ്പോൾ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവർ മത്സരങ്ങൾ തോറ്റാലും കുഴപ്പമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതേപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കാൻ പോകുന്ന മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വേഴ്സസ് പഞ്ചാബ് FC മത്സരമാണ്. സീസണിലെ 2 മോശം ടീമുകളാണ് ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്നത്. ആ മത്സരത്തിൽ ടീം വിജയിക്കാനുള്ള സാധ്യതയെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ അടുത്തായിട്ട് പറയാൻ പോകുന്നത്, അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ പോകുന്നത് പുതിയൊരു ലൈനപ്പാണ്. എന്തായാലും മികച്ചൊരു ലൈനപ്പ് ഒത്തിണക്കി തന്നെ ആയിരിക്കണം ഇവാൻ ആശാൻ താരങ്ങളെ കളത്തിലിറക്കാൻ പോകുന്നത്. കാരണം ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മത്സരം ഒരു തോൽവി ഏറ്റുവാങ്ങാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മികച്ച ലൈനപ്പും ഫോർമേഷനും ഉൾപ്പെടുത്തി തന്നെയായിരിക്കും ഇറക്കാൻ സാധ്യത. അതേപോലെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ സൂപ്പർ താരമായ കിയാൻ നസീറിനെ സൈൻ ചെയ്യിപ്പിക്കാൻ പോകുകയാണ്. എന്തായാലും ഒരു വെടിക്കെട്ട് ഇന്ത്യൻ സൈനികം നടത്താനാണ് ഇപ്പോൾ ടീം ഒരുങ്ങുന്നത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല എന്ന് മാത്രം. കിയാനെ ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് ചെന്നൈയിൻ FC ആണ്. നമുക്കറിയാം, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മിഡ്ഫീൽഡറാണ് കിയാൻ. എന്തായാലും ചെന്നൈയിൻ FC താരവുമായിട്ട് സംസാരിക്കുകയാണെന്നും വൈകാതെ തന്നെ ഈ സൈനിങ് നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടുതലായി ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ